ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെള്ളകം സെന്റ് മേരീസ് ദേവാലയത്തിൽ ഒരുക്കിയ വിഭൂതി ബുധൻ നോമ്പുകാല പ്രതീകാത്മക ചിത്രീകരണത്തിലേക്ക് സ്വാഗതം. തലക്കെട്ടായി നൽകിയിരിക്കുന്നത് ജോയൽ പ്രവാചകനിലൂടെ നൽകപ്പെട്ട കർത്താവിൻ്റെ അരുളപ്പാടാണ്. എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരുവിൻ. കർത്താവ് അരുൾ ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരുവിൻ. അലങ്കരിക്കപ്പെടാത്ത ലളിതമായ മരക്കുരിശ്. കർത്താവിൻ്റെ കുരിശിനോട് നമ്മുടെ മാനുഷിക ദൗർബല്യങ്ങളെയും ബലഹീനതകളെയും ചേർത്ത് വയ്ക്കുന്നു. ദൈവകരുണ പാപത്തേക്കാൾ ശക്തമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കുരിശിനെ പൊതിഞ്ഞൊഴുകുന്ന വയലറ്റ് കച്ച. നോമ്പുകാലത്തെ തിരുവസ്ത്രങ്ങളുടെ നിറം വയലറ്റാണ്. ഇത് പശ്ചാത്താപത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ബലിയുടെയും ആത്മീയ ഒരുക്കത്തിൻ്റെയും ക്രിസ്തുവിൻ്റെ രാജകീയതയുടെയും അടയാളമാണ്. തുറന്ന ബൈബിൾ. നോമ്പാചരണം ദൈവവചനത്തിൽ അടിസ്ഥാനമിട്ടതും ആ ദൈവവചനം ജീവിക്കേണ്ടതാണെന്നും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മൺപാത്രത്തിലെ ചാരം. കഴിഞ്ഞ ഓശാന ഞായറാഴ്ചയിലെ കുരുത്തോല കരിച്ചെടുത്ത മൺപാത്രത്തിലെ ചാരം നമ്മൾ പൊടിയാണെന്നും എളിമയിൽ ജീവിക്കേണ്ടവരാണെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കരിക്കാത്ത കുരുത്തോല. ഇത് സൂചിപ്പിക്കുന്നത് അനുതാപവും സന്തോഷവുമാണ്. ചാക്കുവസ്ത്രം നമ്മുടെ ഉപവാസത്തെയും പ്രായശ്ചിത്തത്തെയും മാനസാന്തരത്തെയും ഓർമ്മിപ്പിക്കുന്നു. കല്ലും മണ്ണും. മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന മരുഭൂമി അനുഭവവും നമ്മൾ മണ്ണിലേക്ക് മടങ്ങേണ്ടവരാണെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പൊട്ടിയ മൺകുടങ്ങൾ മനുഷ്യൻ്റെ മുറിവുകളെയും തകർച്ചകളെയും അനുസ്മരിപ്പിക്കുന്നു. മൺപാത്രത്തിലെ വെള്ളം നമ്മുടെ ജ്ഞാനസ്നാനത്തെയും ശുദ്ധീകരണത്തെയും മാനസാന്തരത്തെയും ഓർമ്മിപ്പിക്കുന്നു. കത്തുന്ന ദീപങ്ങൾ ഉദ്ധിതനായ ക്രിസ്തുവിന് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനയോടെയുള്ള കാത്തിരിപ്പിനെയും അവനെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തെയും സൂചിപ്പിക്കുന്നു. ഇതിനു മുന്നിലായി 3 ബോക്സുകൾ വച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് എൻ്റെ ദൈവവചനം. നമ്മൾ ഓരോ ദിവസവും ഒരു ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു. അത് ഒരു കടലാസിൽ എഴുതി ഈ ബോക്സിൽ നിക്ഷേപിക്കുന്നു. രണ്ടാമത്തേത് എൻ്റെ പങ്കുവയ്പ്. ഉപവാസത്തിലൂടെ ഞാൻ മാറ്റിവയ്ക്കുന്ന ചെറിയ തുക ഈ പെട്ടിയിൽ നിക്ഷേപിക്കുന്നു. ആ തുക കൊണ്ട് കട്ടിലില്ലാത്ത കിടപ്പ് രോഗികൾക്കും വൃദ്ധജനങ്ങൾക്കും കട്ടിലുകൾ വാങ്ങി നൽകുന്നു. മൂന്നാമത്തേത് എൻ്റെ നിയോഗം കൃതജ്ഞത. നിങ്ങളുടെ വിവിധ നിയോഗങ്ങളും കൃതജ്ഞതയും ഒരു കടലാസിൽ എഴുതി ഈ പെട്ടിയിൽ നിക്ഷേപിക്കുന്നു. ഓരോ വെള്ളിയാഴ്ച വൈകുന്നേരവും ദേവാലയത്തിൽ നടത്തപ്പെടുന്ന പരിശുദ്ധ കുർബാനയുടെ ആരാധന മധ്യേ അവ വായിച്ച് പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്നു. നമ്മുടെ നോമ്പുകാല യാത്ര അനുതാപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റേതുമായി തീരട്ടെ. അത് നമ്മെ ശരിയായ മാനസാന്തരത്തിലേക്ക് നയിക്കട്ടെ. അങ്ങനെ ഉദ്ധിതനായ ക്രിസ്തുവിനെ അനുഭവിക്കാനും അവിടുന്ന് നൽകുന്ന സമാധാനവും സന്തോഷവും രക്ഷയും സ്വീകരിക്കാനും ഉള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ. ഏവർക്കും അനുഗ്രഹപ്രദമായ ഒരു നോമ്പുകാലം ആശംസിക്കുന്നു.